ഈ അടുത്ത കാലത്ത് പ്രശസ്ത സിനിമാതാരം ദീപിക പദുക്കോൺ വൈറലാക്കിയ ഭൂട്ടാൻ ഡിഷാണ് എമദാക്ഷി. ചപ്പാത്തിക്കും കുബൂസിനും പൊറോട്ടയ്ക്കും ബ്രെഡിനും പത്തിരിക്കും ഇത് പെർഫെക്റ്റ് മാച്ചാണ്. കുട്ടികൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ച് നല്ലൊരു എമദാക്ഷി നമുക്ക് തയ്യാറാക്കാം. അതിനായി പാനിലേക്ക് ഒരു പച്ചക്കളർ ക്യാപ്സിക്കം കുരുവെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചുവന്ന ക്യാപ്സിക്കം കുരുവെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, 2 ക്യാപ്സിക്കമാണ് നമ്മളിവിടെ ചേർത്തത്. കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മൊത്തത്തിൽ 300 ഗ്രാം ഉണ്ടാകും. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 5 വലിയ അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്. വെളുത്തുള്ളിയുടെ അല്ലി ചെറുതാണെങ്കിൽ 10 എണ്ണം എടുക്കണേ. കൂടാതെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ ബട്ടർ. ഞാൻ മൊത്തത്തിൽ 50 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. താല്പര്യമില്ലാത്തവർ കുറച്ച് ചേർത്താലും മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ. എല്ലാം നന്നായി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 5 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ നമ്മുടെ എമദാക്ഷി തയ്യാറായിട്ടുണ്ട്. എമ എന്നാൽ മുളക് എന്നും ദാക്ഷി എന്നാൽ ചീസ് എന്നാണ് അർത്ഥം. സാധാരണ ചോറിൻ്റെ കൂടെ ഇത് അത്ര ചേരില്ല എങ്കിലും പച്ചരിച്ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും കൂടെ ഇത് നല്ലതാണ്. ചപ്പാത്തിക്കും കുബൂസിനും പൊറോട്ടയ്ക്കും ബ്രെഡിനും പത്തിരിക്കും ഇത് പെർഫെക്റ്റ് മാച്ചാണ്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.